ഹായ് ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇടാറില്ല. പിന്നെ വിങ്കയൊക്കെ നന്നായിട്ട് പൂക്കളൊക്കെ ആയി തുടങ്ങി. അപ്പോൾ വെറുതെ ഒരു വിങ്കേര പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ടൈപ്പ് വിങ്കയൊക്കെ ഉണ്ട്. ഞാൻ ഈ സീഡ്സൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് ഒക്കെ മുളച്ച് വന്ന് ഇപ്പോൾ പൂക്കളിട്ട് തുടങ്ങുന്നുള്ളൂ. നല്ല വേനൽക്കാലമൊക്കെ അല്ലേ. ഇപ്പോൾ ചെറിയ മഴയൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ഉണ്ട്. കുറച്ച് വെറൈറ്റി വിങ്കയൊക്കെ ഉണ്ട്. അപ്പോൾ പിങ്കിൻ്റെയാണ് ഒരുവിധം വെറൈറ്റീസൊക്കെ ഉള്ളത്. പിന്നെ അതെ വൈറ്റിൻ്റെ ഉള്ളിൽ ഒരു റെഡുള്ള ഒരു വെറൈറ്റി ഉണ്ട്. ഇത് കുറേ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഓരോന്നുമൊക്കെ ഇങ്ങനെ 2 3 വെച്ച് ഉണ്ടായി തുടങ്ങണുള്ളൂ. ചെറിയ തൈക്കളാണ് ഇപ്പം ഉള്ള പ്ലാന്റ്സ് ഒക്കെ. പിന്നെ ഇതേ നല്ല പ്യുവർ വൈറ്റ് ഉണ്ട്. ഈ വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റിൻ്റെ ഒരു 2 3 4 5 പ്ലാന്റ്സ് ഇപ്പം ഉണ്ട്. കുറച്ചും കൂടിയൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് നല്ല ഭംഗിയാവും. പ്ലാന്റ് കുറച്ചും കൂടി വലുതായി തിക്കൊക്കെ ആയിട്ട് വെട്ടിയൊക്കെ കളഞ്ഞ് വരുമ്പോൾ. പിന്നെ ഇത് നല്ലൊരു ബ്രൈറ്റ് കളറാണ് കേട്ടോ. ഈ കളറാണ് ആകെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കളറ്. പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് ഇത് കുറഞ്ഞിട്ടുള്ളൊരു കളറാണ് പിന്നത്തെ വരുന്നത്. അതിന് ഇത്രയ്ക്ക് കളറില്ല. പിന്നെ ഒരു വയലറ്റ് ടൈപ്പിൻ്റെ പോലത്തേനുള്ളിൽ ഒരു വൈറ്റ് ഉള്ളതുണ്ട്. ഇതിങ്ങനെ കൊല പോലെ ഉണ്ടാവും. കാണാൻ നല്ല ഭംഗിയാണിത്. ഒരുപാട് ഇങ്ങനെ പൂട്ട് നിൽക്കുന്ന കാണുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ പിങ്ക് തന്നെ ഡള്ളായിട്ടുള്ളതാണ് പിന്നത്തെ വെറൈറ്റി പിങ്കാന്ന് പറയുന്നത്. ഇത് ഞാൻ ചിലതൊക്കെ സീഡ് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലതൊക്കെ ഇങ്ങനെ കൊമ്പ് മുറിച്ച് നട്ടിട്ടൊക്കെയാണ് ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ ഓരോ കൊമ്പൊടിച്ച് കൊണ്ടുവന്ന് എന്നിട്ട് അങ്ങനെയൊക്കെ. ഇത് വൈറ്റ് അല്ല കേട്ടോ. ഇതൊരു ലൈറ്റ് പിങ്കിൻ്റെ ഉള്ളിൽ റെഡ് ഉള്ളതാണ്. ഇതാണ് ഇവിടെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നത്. കാണുമ്പോൾ നമുക്ക് വൈറ്റ് പോലെയൊക്കെ തോന്നും. പക്ഷേ ഈ പ്ലാന്റ് വൈറ്റ് അല്ല. ഇത് നന്നായിട്ട് വളർന്നു പോയി ഈ പ്ലാന്റ്. എനിക്ക് ഇതിനെ അങ്ങോട്ട് എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഒരുപാട് പൂവുണ്ടാവും കേട്ടോ. ഒരു 100 150ഓളം പൂവൊക്കെ ഈ ഒരു ചെറിയ ചെടിയുമ്പോൾ തന്നെയുണ്ട്. ഇത് കുറേ കമ്പുകളൊക്കെ ആയിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ വെട്ടി ചെറിയ ചെറിയ തൈക്കളൊക്കെ ആക്കിയിട്ടുണ്ട്. കണ്ടത് ഇതുപോലെ ഒരു ചട്ടിയിൽ വെട്ടി വയ്ക്കും. അപ്പോൾ പൂക്കളോളത് വെട്ടി വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് കളറിൻ്റെ ആണെന്നൊക്കെ അറിയാനാണ്. അല്ലെങ്കിൽ പിന്നെ ഇലകൾ മാത്രമാകുമ്പോൾ പിന്നെ നമുക്ക് അറിയാൻ പറ്റാതെയോ ഏത് കളറാണെന്നൊക്കെ. പിന്നെ നല്ല വയലറ്റ് ഈ പിങ്കിൻ്റെ ഉള്ളിൽ നല്ല റെഡ് വരുന്നൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ പണ്ട് തൊട്ടുള്ള സാധാ നിത്യകല്യാണിയുടെ സാധാ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതും നന്നായിട്ട് ഇതൊരു തൈ എനിക്ക് കിട്ടിയതാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ മഴ വന്നപ്പം എല്ലാം ഇങ്ങനെ തണ്ട് നന്നായിട്ട് അഴുകിപ്പോവും ഒരുപാട് മഴ കൊണ്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഈ വൈറ്റാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ വയലറ്റിൻ്റെ ഉള്ളിൽ വൈറ്റ് ഉള്ളതുണ്ട്. ഇത് പക്ഷേ പൂവുണ്ടായി തുടങ്ങിയിട്ടില്ല. ഇത്രയൊക്കെയാണ്. പിന്നെ പിങ്ക് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ പൂക്കളാകുമ്പോൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.